നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീട്ടിൽ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും ചിലപ്പോ അറിയില്ല. അതിന് കാരണക്കാരി അവളാ, ദയ. അവനിവിടെ, ഞാനൊന്ന് അമ്മാവനെ കണ്ടിട്ട് വരാം. കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോ രഘുവേട്ടൻ എന്നോടൊന്നും പറയാനില്ലേ? എടി, ഞാൻ ജനിച്ചിട്ട് ആദ്യം കണ്ടത് അമ്മാവനെയാ. അതിനുശേഷം നിന്നെ കണ്ടേ. അല്ലെങ്കിൽ ഞാനെപ്പോഴും രണ്ടാം തരം ആണല്ലോ. അതൊക്കെ നിന്റെ തോന്നലാടി. നീ സൂപ്പർ അല്ലേ? പോയിട്ട് വരാം. അച്ഛനായ തേച്ചി പഴയ പോലെ മിണ്ടി തുടങ്ങിയോ? അതോ ഇപ്പോഴും മുഖം കൊടുക്കാതെ നടക്കുവാണോ ചേച്ചി? ഞാനും ഉണ്ണിക്കുട്ടനും മിക്ക സമയത്തും ഈ മുറിയില്ല. കുറച്ചു സമയം മുന്നേ ലച്ചുമോള് വന്നാ അവനെ അങ്ങോട്ട് കൊണ്ടുപോയത്. എന്നെ കാണുന്നത് തന്നെ ചിലർക്കൊരു അലർജി പോലെയാ മഞ്ചാടി. അതെന്റെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ദേച്ചിയുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ, ചിലപ്പോ അങ്ങനെയായിരിക്കാം. അതെ, നീയും ഞാനും തമ്മില് അങ്ങനൊരു പ്രശ്നമില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയുന്നില്ലേ? ഞാൻ ദേച്ചിയുടെ അനിയത്തിയാ. ദേച്ചി പറയുന്നൊക്കെ ഞാൻ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. ചേച്ചിയേക്കാൾ മുതിർന്നവര് ചേച്ചി പറയുന്നൊക്കെ വകവെച്ച് തരണമെന്നില്ല. അതിനെ ഞാൻ അവരോട് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നുണ്ടോ? എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു. അതിനെ എല്ലാവർക്കും ഇവിടെ കണ്ണുപടിയാ. ഇത് തന്നെയാ ചേച്ചിയുടെ കുഴപ്പം. ഇപ്പൊ ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ട എന്തിനാ? അത് പിന്നെ മഞ്ചാടി, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടൊന്നുമല്ല. എന്റെ രീതി ഇങ്ങനെയാ.